Hello students, so today we are going to see the work done in a reversible process in terms of indicator diagram. So here consider a gram mole of an ideal gas enclosed in a cylinder fitted with a smooth frictionless piston, and let P1, V1 and T represent the initial pressure, volume and temperature. As we have already seen, the variation of pressure against volume can be represented by a PV diagram, and the PV diagram or indicator diagram is shown in the figure. Let P2, V2 and T represent the final state of the system. Here we assume that the temperature of the gas remains constant during the process. As you can see from this figure, there is a process starting from A to B. So let's calculate the work done in the process AB. Consider an infinitesimal expansion dV represented by hg. Okay, നമ്മളിവിടെ ഒരു ഇൻഫിനിറ്റെസിമൽ എക്സ്പാൻഷൻ കൺസിഡർ ചെയ്യുകയാണ്. നമുക്ക് ആ എ ബി എന്നുള്ളൊരു പ്രോസസ്സിൽ ഒരു ചെറിയ പാർട്ട് നമുക്ക് എടുക്കാം. അതാണ് നമ്മളിവിടെ എച്ച് ജി എന്ന് പറയുന്നത്. എച്ച് ജി എന്നുള്ള പാർട്ടിൻ്റെ ഇൻഫിനിറ്റെസിമൽ എക്സ്പാൻഷനാണ് ഡി വി. സോ ദ വർക്ക് ഡൺ, ദ സ്മോൾ വർക്ക് ഡൺ ഡി ഡബ്ല്യു എന്തായിരിക്കും? യെസ്, ഇറ്റ് ഈസ് പി ഡി വി. ഡി ഡബ്ല്യു എന്ന് പറയുന്നത് എഫ് ഇൻറ്റു ഡി എക്സ്, അതായത് നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് ഇൻറ്റു ദ സ്മോൾ ഡിസ്പ്ലേസ്മെൻ്റ് ആണ് ഡി എക്സ്. സോ നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ എന്ത് ചെയ്തു? ഡി ഡബ്ല്യു ഈക്വൽസ് ടു എഫ് ഇൻറ്റു ഡി എക്സ്, ദെൻ എഫ് ക്യാൻ ബി റിട്ടൺ ആസ് പ്രഷർ ഇൻറ്റു ഏരിയ. സോ പ്രഷർ ഇൻറ്റു ഏരിയ ഇൻറ്റു ഡി എക്സ്. സോ ഏരിയ ഇൻറ്റു ഡി എക്സ് ഈസ് ദ വോളിയം. ഏരിയ ഇൻറ്റു ഡി എക്സ് ഇസ് വോളിയം വിച്ച് ഇസ് ഡി വി. നമുക്കെങ്ങനെ എഴുതാം? ഡി ഡബ്ല്യു ഇസ് ഈക്വൽസ് ടു പ്രഷർ ഇൻറ്റു ഡി വി. നമ്മളിവിടെ എച്ച് ജി എന്നുള്ള ഒരു ചെറിയ പോർഷൻ മാത്രമേ എടുക്കുന്നുള്ളൂ. സോ ആ ഒരു ചെറിയ ആ പാർട്ടിൽ പ്രഷർ കോൺസ്റ്റൻ്റ് ആയിട്ടാണ് നമ്മൾ അസ്യൂം ചെയ്യുന്നത്. ആൻഡ് നമുക്കെന്താ കണ്ടുപിടിക്കേണ്ടത്? പി ഡി വി ആണ് കണ്ടുപിടിക്കുക. ദാറ്റ് ഈസ് പ്രഷർ എന്നുള്ളത് വൈ ആക്സിലാണ്. അപ്പോൾ പി കറസ്പോണ്ട് ചെയ്യുന്നത് ഏതാ? ഇ എച്ച് എന്നുള്ള ആ ഒരു ലെങ്ത് ആയിരിക്കും പ്രഷറിന് കറസ്പോണ്ട് ചെയ്യുന്നത്. ആൻഡ് ഡി വി എന്ന് വെച്ചാൽ എന്താ? എക്സ് ആക്സിലാണ് വോളിയം. അപ്പോൾ വോളിയത്തിൻ്റെ ചേഞ്ച് ഡി വി എന്ന് പറയുന്നത് എന്താ? ജി എച്ച്. സോ ഡി ഡബ്ല്യു എന്ന് പറയുന്നത് ഇ എച്ച് ഇൻറ്റു ജി എച്ച് അങ്ങനെ കിട്ടും. അതായത് എന്താ? ഇറ്റ് ഈസ് ദി ഏരിയ ഓഫ് ദി ദാറ്റ് സ്മോൾ പോർഷൻ, ഏരിയ ഓഫ് ദി ഇ എഫ് എച്ച് ജി. ആ ഒരു സ്മോൾ പോർഷൻ്റെ ഏരിയ ആയിരിക്കും നമുക്ക് ഡി ഡബ്ല്യു ആയിട്ട് കിട്ടുന്നത്. സോ നമുക്ക് ഡി ഡബ്ല്യു കിട്ടി. ഇനി എന്താ കണ്ടുപിടിക്കേണ്ടത്? ദ ടോട്ടൽ വർക്ക് ഡൺ. ദ ടോട്ടൽ വർക്ക് ഡൺ ബൈ ദ ഗ്യാസ് ഇൻ ദി എക്സ്പാൻഷൻ ഫ്രം V1 ടു V2. ഇനീഷ്യൽ പോയിൻ്റ് ആയിരുന്നു എ, അവിടുത്തെ വോളിയമാണ് V1. ഫൈനൽ പോയിൻ്റാണ് ബി, അവിടുത്തെ വോളിയമാണ് V2. So we want to find the total work done by the gas in the expansion from V1 to V2. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത്? ടോട്ടൽ വർക്ക് കണ്ടുപിടിക്കാൻ we will integrate from V1 to V2. അപ്പോൾ ടോട്ടൽ വർക്ക് ഈക്വൽസ് ടു ഇൻറ്റഗ്രൽ V1 to V2 dW. ദാറ്റ്സ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ V1 to V2 dWന് പകരം PdV. സോ ഇൻറ്റഗ്രൽ V1 to V2 PdV എന്ന് പറയുമ്പോൾ എ ടു ബി കംപ്ലീറ്റ് ആ പ്രോസസ്സ് ചെയ്യാനുള്ള വർക്ക് ഡൺ അതെന്തായിരിക്കും? ദ ഏരിയ ഓഫ് ദാറ്റ് പോർഷൻ എ ബി സി ഡി, ആ ടോട്ടൽ പോർഷൻ്റെ ഏരിയ ആയിരിക്കും ദ ടോട്ടൽ വർക്ക് ഡൺ. അതായത് നമ്മളിപ്പോൾ ചെറിയ പോർഷൻ എച്ച് ജി എന്നുള്ള ചെറിയ പോർഷൻ്റെ വർക്ക് ഡൺ എന്ന് പറയുന്നത് എന്താ? ആ ചെറിയ പോർഷൻ ഉണ്ടാക്കുന്ന ആ ഒരു
പാർട്ടിൻ്റെ ഏരിയ, അതായത് EFGH ആ ഒരു പോർഷൻ്റെ ഏരിയ ആയിരുന്നു ആ ചെറിയ പോർഷൻ്റെ വർക്ക് ഡൺ. അപ്പോൾ ആ കംപ്ലീറ്റ് A to B എന്നുള്ള ആ പ്രോസസ്സിൻ്റെ വർക്ക് ഡൺ എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആ കംപ്ലീറ്റ് ABCD അതിൻ്റെ കംപ്ലീറ്റ് ഏരിയ ആയിരിക്കും വർക്ക് ഡൺ എന്ന് പറയുന്നത്. സോ ദ ടോട്ടൽ വർക്ക് ഡൺ ഏരിയ അണ്ടർ ദി കർവ് ആവുന്നത് റിവേഴ്സിബിൾ പ്രോസസ്സിന് മാത്രമായിരിക്കും. റിവേഴ്സിബിൾ പ്രോസസ്സ് എന്താണെന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടതാണ്. അതായത് A to B ഒരു പ്രോസസ്സ് ഉണ്ടെങ്കിൽ അതേ പാത്തിൽ കൂടെ B to A അതിനെ റിവേഴ്സ് ചെയ്യാൻ പറ്റിയെങ്കിലാണ് നമ്മൾ എന്ത് പറയുന്നത്? റിവേഴ്സിബിൾ പ്രോസസ്സ് എന്ന് പറയുന്നത്. സോ റിവേഴ്സിബിൾ പ്രോസസ്സിൻ്റെ ടോട്ടൽ വർക്ക് ഡൺ എന്ന് പറയുന്നത് ഏരിയ അണ്ടർ ദി കർവ് ആയിരിക്കും. ആ പ്രോസസ്സിൻ്റെ ഏരിയ അണ്ടർ ദി കർവ് ആയിരിക്കും അവിടുത്തെ ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത്. ഇങ്ങനെ വരുന്നത് റിവേഴ്സിബിൾ പ്രോസസ്സിന് മാത്രമായിരിക്കും. സോ ദസ് ദ വർക്ക് ഡൺ ബൈ എ ഗ്യാസ് ഇൻ എ റിവേഴ്സിബിൾ പ്രോസസ് is equal to the area between PV curve. In the next topic, isobaric and isochoric process. So an isobaric process refers to one in which the pressure remains constant during the process. അതായത് ആ പ്രോസസ്സ് കംപ്ലീറ്റ് ആവുന്നത് വരെ അവിടെ പ്രഷർ കോൺസ്റ്റൻ്റ് ആണെങ്കിൽ നമ്മൾ എന്ത് പറയും? It is an isobaric process. And the isochoric. So the isochoric process refers to one in which the volume of the process remains constant. അതായത് ആ പ്രോസസ്സിൽ കംപ്ലീറ്റ് വോളിയം കോൺസ്റ്റൻ്റ് ആണെങ്കിൽ നമ്മൾ ആ പ്രോസസ്സിന് എന്ത് പറയും? ഐസോകോറിക് പ്രോസസ്. The next topic is zeroth law of thermodynamics. The zeroth law forms the basis of the concept of temperature. The physical quantity which determines whether a system is in thermal equilibrium with another system is the temperature. ടെമ്പറേച്ചർ എന്നുള്ള കൺസെപ്റ്റ് വരുന്നത് സീറോത്ത് ലോ ഓഫ് തെർമോഡൈനാമിക്സ് വഴിയാണ്. സോ നമുക്ക് നോക്കാം എന്താണ് സീറോത്ത് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. ദി ലോ സ്റ്റേറ്റ്സ് ദാറ്റ് if two thermodynamic systems A and B are separately in thermal equilibrium with a third system C, then the systems A and B are in thermal equilibrium with each other. Here we can see that there are three systems A, B and C. ഇവിടെ നമുക്ക് 3 സിസ്റ്റംസ് ആണുള്ളത്, എയും ബിയും സിയും. അവിടെ A and B are separated by adiabatic wall. എയും ബിയും സെപ്പറേറ്റ് ചെയ്യുന്നത് ഒരു അഡിയാബാറ്റിക് വോൾ വെച്ചിട്ടാണ്. സോ ദാറ്റ് ദർ ഈസ് നോ ഹീറ്റ് എക്സ്ചേഞ്ച് ബിറ്റ്വീൻ എ ആൻഡ് ബി. അഡിയാബാറ്റിക് വോൾ ആയതുകൊണ്ടിട്ട് എയും ബിയും തമ്മിൽ ഹീറ്റ് എക്സ്ചേഞ്ച് ഉണ്ടാവില്ല. ദെൻ ദർ ഈസ് എ സിസ്റ്റം സി. സോ സി എന്നുള്ള സിസ്റ്റം എ ആയിട്ട് കണക്റ്റഡ് ആണ്, ബി ആയിട്ടും കണക്റ്റഡ് ആണ്. ആൻഡ് the wall is diathermic wall. What do you mean by diathermic wall? So diathermic wall is a wall in which it allows the exchange of heat. Heat exchange allow ചെയ്യുന്ന wall-ആണ് diathermic wall. ഇവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ എ ബി സി എന്നുള്ള 3 സിസ്റ്റവും 3 ടെമ്പറേച്ചറിലാണ് നിൽക്കുന്നത്. ആൻഡ് എയും ബിയും തമ്മിൽ ഹീറ്റ് എക്സ്ചേഞ്ച് ഒന്നും നടക്കുന്നില്ല. സോ ആസ് ടൈം പ്രോഗ്രസ്സസ് എന്ത് പറ്റും? സിയും എയും തമ്മിൽ ഹീറ്റ് എക്സ്ചേഞ്ച് നടക്കുന്നുണ്ട്, അതുപോലെ തന്നെ സിയും ബിയും തമ്മിൽ ഹീറ്റ് എക്സ്ചേഞ്ച് നടക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് സമയം കഴിയുമ്പോൾ സിയുടെ ടെമ്പറേച്ചറും എയുടെ ടെമ്പറേച്ചറും സെയിം ആവും. അതുപോലെ സിയുടെ ടെമ്പറേച്ചറും ബിയുടെ ടെമ്പറേച്ചറും സെയിം ആവും. എങ്ങനെയായിട്ട് സെയിം ആവുന്നത്? അവിടെ ഹീറ്റ് എക്സ്ചേഞ്ച് നടന്ന അവസാനം സിയും ബിയും തമ്മിൽ ടെമ്പറേച്ചർ സെയിം ആകും. അതായത് സിയും എയും തമ്മിൽ ഒരു തെർമോഡൈനാമിക് ഇക്വിലിബ്രിയത്തിൽ വന്ന് നിൽക്കും. അതുപോലെ തന്നെ സിയും ബിയും തമ്മിലും ഒരു തെർമോഡൈനാമിക് ഇക്വിലിബ്രിയത്തിൽ വന്ന് നിൽക്കും. കാരണം അവരുടെ വോൾസ് ഡയാതെർമിക്കാണ്. ഡയറക്റ്റായിട്ട് എയും ബിയും തമ്മിൽ ഹീറ്റ് എക്സ്ചേഞ്ച് ഇല്ലെങ്കിലും സിയും എയും തമ്മിൽ ഒരു തെർമോഡൈനാമിക് ഇക്വിലിബ്രിയത്തിൽ വന്ന് വരും. ആൻഡ് സിയും ബിയും തമ്മിൽ ഒരു തെർമോഡൈനാമിക് ഇക്വിലിബ്രിയത്തിൽ വരും. സോ അങ്ങനെ വരുമ്പോൾ നമുക്ക് പറയാം എയും ബിയും തെർമോഡൈനാമിക് ഇക്വിലിബ്രിയത്തിലാണ്. അതായത് സിയും എയുടെയും ടെമ്പറേച്ചർ സെയിം ആണ്.
അതുപോലെ സെപ്പറേറ്റ്ലി സിയും ബിയുടെ ടെമ്പറേച്ചർ സെയിം ആണ്. അങ്ങനെ വരുമ്പോൾ നമുക്കെന്ത് പറയാം? അങ്ങനെയാണെങ്കിൽ എയും ബിയുടെയും ടെമ്പറേച്ചർ സെയിം ആണ്. സോ ദാറ്റ് ഈസ് ദി 0th law of thermodynamics. The law states that if two thermodynamic systems A and B are separately in thermal equilibrium with a third system C, അതായത് എ എന്നുള്ള സിസ്റ്റം സി ആയിട്ട് സെപ്പറേറ്റ്ലി തെർമോഡൈനാമിക് ഇക്വിലിബ്രിയത്തിലാണ്, അതുപോലെ തന്നെ ബി എന്നുള്ള സിസ്റ്റം സി ആയിട്ട് സെപ്പറേറ്റ്ലി തെർമോഡൈനാമിക് ഇക്വിലിബ്രിയത്തിലാണ്. അങ്ങനെയാണെങ്കിൽ നമുക്കെന്ത് പറയാം? Then the systems A and B are in thermal equilibrium with each other. അങ്ങനെയാണെങ്കിൽ എയും ബിയും തെർമൽ ഇക്വിലിബ്രിയത്തിലാണെന്ന് പറയാം. So the 0th law of thermodynamics introduces the concept of temperature. അപ്പം അങ്ങനെയാണ് 0th law of thermodynamics temperature എന്നുള്ള കൺസെപ്റ്റ് കൊണ്ടുവരുന്നത്. So I hope that you understand the point, the concept about 0th law of thermodynamics. We are going to the next topic, which is internal energy. So internal energy of a system is defined as the energy possessed by it due to molecular motion and the molecular configuration. The internal energy of the system is the total energy of the system. Internal energy ആണ് ഒരു സിസ്റ്റത്തിൻ്റെ ടോട്ടൽ എനർജി എന്ന് പറയുന്നത്. ടോട്ടൽ എനർജി എന്ന് പറയുമ്പോൾ ദി സം ഓഫ് പൊട്ടൻഷ്യൽ എനർജി ആൻഡ് കൈനറ്റിക് എനർജി. സോ ഇവിടെ മോളിക്കുലാർ മോഷൻ എന്ന് പറയുന്നത് കൈനറ്റിക് എനർജി ആൻഡ് മോളിക്കുലാർ കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ എനർജി. സോ ഇൻറ്റേർണൽ എനർജി ഈസ് ദി ടോട്ടൽ എനർജി വിച്ച് ഈസ് ദ സം ഓഫ് പൊട്ടൻഷ്യൽ എനർജി ആൻഡ് കൈനറ്റിക് എനർജി possessed by the molecules. So the internal energy due to the molecular motion is called internal kinetic energy, and internal energy due to the molecular configuration is called internal potential energy. സോ ഈ ടോപ്പിക് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇൻറ്റേർണൽ എനർജി എന്ന് പറയുമ്പോൾ ആ ഒരു സിസ്റ്റത്തിലുള്ള എല്ലാ മോളിക്യൂൾസിൻ്റെയും കൈനറ്റിക് എനർജിയുടെയും പൊട്ടൻഷ്യൽ എനർജിയുടെയും സം ആയിരിക്കും. സോ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് എന്താ? മോളിക്കുലർ മോഷൻ കൊണ്ടുണ്ടാവുന്ന എനർജിയാണ് കൈനറ്റിക് എനർജി. പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് ആ മോളിക്കുലർ പൊസിഷൻ, അതിൻ്റെ ആ ഒരു സ്റ്റേറ്റ് കൊണ്ടുണ്ടാവുന്ന എനർജിയാണ് പൊട്ടൻഷ്യൽ എനർജി. അതിനെ തന്നെയാണ് നമ്മൾ മോളിക്കുലർ കോൺഫിഗറേഷൻ കൊണ്ടുണ്ടാകുന്ന എനർജി എന്ന് പറയുന്നത്. നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു ദി ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. So the first law of thermodynamics is a version of the law of conservation of energy. First law of thermodynamics എന്ന് പറയുന്നത് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജിക്ക് ഈക്വൽ ആയിട്ടുള്ള തെർമോഡൈനാമിക്സിലുള്ള ഒരു ലോയാണ്. ആൻഡ് ദ ഫസ്റ്റ് ലോ ഇൻട്രൊഡ്യൂസസ് ദ കൺസെപ്റ്റ് ഓഫ് ഇൻറ്റേർണൽ എനർജി. ഫസ്റ്റ് ലോ ആണ് ഇൻറ്റേർണൽ എനർജി എന്നുള്ള കൺസെപ്റ്റ് കൊണ്ടുവരുന്നത്. നമ്മൾ കണ്ടതാണ് 0th law of thermodynamicsൽ ടെമ്പറേച്ചർ എന്നുള്ള കൺസെപ്റ്റാണ് കൊണ്ടുവന്നത്. ആൻഡ് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സിൽ ഇൻറ്റേർണൽ എനർജി എന്നുള്ള കൺസെപ്റ്റാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ദി ലോ സ്റ്റേറ്റ്സ് ദാറ്റ് വെൻ എ ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് dQ is supplied to the system, the heat absorbed is partly used for increasing the internal energy dU and partly for doing work dW. അതായത് നമ്മളിപ്പോൾ ഒരു സിസ്റ്റത്തിൽ dQ എന്നുള്ളൊരു സ്മോൾ എമൗണ്ട് ഓഫ് ഹീറ്റ് എനർജി സപ്ലൈ ചെയ്യുവാണെങ്കിൽ ആ dQ എമൗണ്ട് ഓഫ് എനർജി ആ സിസ്റ്റത്തിൽ എന്തൊക്കെ ചെയ്യാനായിരിക്കും യൂസ് ചെയ്യുന്നത്? ആ dQ എമൗണ്ട് ഓഫ് എനർജി ഒന്നില്ലെങ്കിൽ ആ സിസ്റ്റത്തിൻ്റെ ഇൻറ്റേർണൽ എനർജി ഇൻക്രീസ് ചെയ്യാനായിരിക്കും യൂസ് ചെയ്യുക, അല്ലെങ്കിൽ ആ സിസ്റ്റത്തിൽ വർക്ക് ചെയ്യാനായിരിക്കും യൂസ് ചെയ്യുക. സോ വർക്ക് ഡൺ എന്ന് പറയുമ്പോൾ ഇഫ് എ ഗ്യാസ് ഈസ് എക്സ്പാൻഡിങ്, ഗ്യാസ് എക്സ്പാൻഡ് ചെയ്യുകയാണെങ്കിൽ വർക്ക് ഈസ് ഡൺ ബൈ ദി ഗ്യാസ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ദ dW is taken as positive. ആൻഡ് വെൻ ദ ഗ്യാസ് ഈസ് കംപ്രസ്ഡ്, ഗ്യാസ് കംപ്രസ് ചെയ്യുകയാണെങ്കിൽ ദ വർക്ക് ഈസ് ഡൺ ഓൺ ദി ഗ്യാസ്,
നമ്മൾ ആ ഗ്യാസ് കംപ്രസ് ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഫോഴ്സ് അതിൽ അപ്ലൈ ചെയ്യണം. ഇപ്പോൾ വർക്ക് ചെയ്യുന്നത് ഗ്യാസിൽ ആണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. സോ അങ്ങനെയുള്ള കേസിൽ ദ വർക്ക് ഡൺ ഈസ് നെഗറ്റീവ്. ഇപ്പോൾ വെൻ ദ ഗ്യാസ് ഈസ് കംപ്രസ്ഡ് ദ വർക്ക് ഈസ് ഡൺ ഓൺ ദി ഗ്യാസ് ആൻഡ് DW ഈസ് നെഗറ്റീവ്. സോ നമ്മൾ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സിൽ കണ്ട 3 ക്വാണ്ടിറ്റീസാണ് dQ, du ആൻഡ് dW. dQ is the amount of heat and du is the change in internal energy. dW is the small work done. So out of these 3 quantities, dQ and dW are dependent on the path followed by the system, and du depends only on the initial and final state and not on the path. അതായത് ഇൻറ്റേർണൽ എനർജി എന്ന് പറയുന്നത് സം ഓഫ് ദി പൊട്ടൻഷ്യൽ എനർജി ആൻഡ് കൈനറ്റിക് എനർജി ഓഫ് ദി ഗ്യാസ്. അപ്പോൾ ഇൻറ്റേർണൽ എനർജി എന്ന് പറയുമ്പോൾ ഫൈനൽ സ്റ്റേറ്റിനെയും ഇനീഷ്യൽ സ്റ്റേറ്റിനെയും മാത്രം ഡിപ്പെൻഡ് ചെയ്യുള്ളൂ. അതിൻ്റെ ഇടയ്ക്കുള്ള പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യില്ല. സോ ഇൻറ്റേർണൽ എനർജി എന്ന് പറയുന്നത് സ്റ്റേറ്റ് ഫങ്ഷനാണ്. അതായത് ആ ഇൻസ്റ്റൻറ്റിലുള്ള ആ സമയത്തുള്ള സ്റ്റേറ്റിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്നതാണ് ഇൻറ്റേർണൽ എനർജി, which is called a state function. But dQ and dW, dQയും dWയും നമ്മൾ പറയുന്നത് പാത്ത് ഫങ്ഷൻ എന്നാണ്. ബിക്കോസ് ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദി പാത്ത് ഫോളോഡ് ബൈ ദി സിസ്റ്റം. അതായത് ആ സിസ്റ്റം ഫോളോ ചെയ്യുന്ന പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതാണ് dQയും dWയും. So the dQ and dW are called the path function and internal energy is called state function. ഇനി ഞാൻ പറയാൻ പോകുന്നത് സൈക്ലിക് പ്രോസസ്സിൽ DU എന്തായിരിക്കും എന്നുള്ളതാണ്. സോ സൈക്ലിക് പ്രോസസ്സ് എന്ന് പറയുന്നത് എന്താ, ഇനീഷ്യൽ സ്റ്റേറ്റും ഫൈനൽ സ്റ്റേറ്റും സെയിം ആയിട്ടുള്ള പ്രോസസ്സാണ് സൈക്ലിക് പ്രോസസ്സ്. സോ സൈക്ലിക് പ്രോസസ്സിൽ ചേഞ്ച് ഇൻ ഇൻറ്റേർണൽ എനർജി, അതായത് DU എന്തായിരിക്കും, ഇനീഷ്യൽ സ്റ്റേറ്റും ഫൈനൽ സ്റ്റേറ്റും സെയിം ആയത് കൊണ്ടിട്ട് എന്ത് പറ്റും, ഇനീഷ്യൽ ആൻഡ് ഫൈനൽ ഇൻറ്റേർണൽ എനർജീസ് ആർ സെയിം. സോ ഇൻറ്റേർണൽ എനർജി സെയിം ആകുമ്പോൾ, ഇനീഷ്യൽ ആൻഡ് ഫൈനൽ ഇൻറ്റേർണൽ എനർജി സെയിം ആകുമ്പോൾ DU എന്നുള്ളത് 0 ആയിരിക്കും. സോ DU is the state function which depends only on the state, not on the path of the system. So in the case of cyclic process, the initial state and final state are same. So the change in internal energy will be 0 in cyclic process. So that's all about today's class. I hope you all understand. Study well and see you in the next class. Thank you for listening.